ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ഈ വ്യക്തി ബന്ധത്തിൽ മാനസിക അകൽച്ചയ്ക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു മാനസിക അകൽച്ചയ്ക്ക് കാരണമായിട്ടുള്ള പരിപാടികൾ. ഓക്കേ, ഓക്കേ, എൻ്റെ അമ്മോ, ഇത് വന്നതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, നിങ്ങളുടെ വ്യക്തിബന്ധത്തിൽ അകൽച്ചകൾ വരാനുള്ള കാരണങ്ങൾ. ഒന്നാമത്തെ കാര്യം ആളുടെ സ്വഭാവമാണ്. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ചില സമയത്ത് ഒരു സ്വരച്ചേർച്ചയില്ലായ്മ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരാൾക്ക് കൂടുതൽ വാശി, ഒരാൾക്ക് നിർബന്ധ ബുദ്ധി കൂടുതൽ, ഒരാൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കണം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളുടെ എൻ്റെ വഴിയിൽ കൂടി തന്നെ നിങ്ങൾ പോണം. ഇതിപ്പോ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലൈറ്റ് അടിച്ചു പിടിക്കും, ടോർച്ച് അടിച്ചു പിടിക്കും, ആ വഴിയിൽ കൂടി തന്നെ നമ്മൾ ലൈറ്റൊക്കെ ആയിട്ട് പുറകെ പോയിക്കോണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡ് ഉണ്ട് ഇവിടെ, അങ്ങനെയാ കാണിക്കുന്നത്. അപ്പൊ ആ വഴിയിൽ കൂടി പോയില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ വഴിയിൽ കൂടി ചിലപ്പോൾ തെറ്റായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ശരിയായിരിക്കാം. ആ വഴിയിൽ കൂടി പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വഴക്കുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, ഈ കൈവച്ച് ഉള്ള പ്രവൃത്തിയില്ലേ, അതായത് ഉപദ്രവങ്ങള്, ആ ഉപദ്രവങ്ങളെക്കാളും ഭയങ്കര വലുതാണ്, ശാരീരിക ഉപദ്രവങ്ങളെക്കാളും ഭയങ്കര വലുതാണ് സംസാരം. അത് ചില മുള്ളുവെച്ചുള്ള സംസാരങ്ങൾ. അത് ചില സംസാരങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ മുറിവുണക്കാത്ത പോലെ നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ കൊത്തി വരച്ച പോലെ ഇടും. അങ്ങനത്തെ സംസാരങ്ങളൊക്കെ സംസാരിക്കും. ആ കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം, ഈ നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവം ഈ ഒരു കാര്യത്തിന് മേജർ പോയിന്റ് ആണ്. സ്വഭാവം, എടുത്തുചാട്ടം, മറ്റുള്ളവര് ശരി തെറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഞാൻ എൻ്റെ വഴിക്ക്, വഴി തനി വഴി, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോവുള്ളൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഞാൻ അങ്ങനെ പോവുള്ളൂ, ഞാൻ വിചാരിക്കുന്നതേ നടത്തൂ, ഞാൻ വിചാരിക്കുന്ന പരിപാടികളെ ചെയ്യൂ, അങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ പറയും, എന്താണ് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലോ. അപ്പൊ അവര് നിങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൂടാകും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ മാനസികമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ തളർത്തും. അങ്ങനെയുള്ള കാര്യം, ആ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് മേജർ പോയിന്റ് ആണ്, നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വരാനുള്ള മേജർ പോയിന്റ്. കാരണം നമുക്ക് സ്വഭാവം എല്ലാത്തിനും ഒരു അടിസ്ഥാന ഘടകമാണല്ലോ. ഒരാളെ മനസ്സിലാക്കണമല്ലോ, അല്ലാതെ വെറുതെ ഒരാൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ടിരുന്നു, ഒരാൾ മാത്രം സ്നേഹിച്ചുകൊണ്ടിരുന്നു, ഒരാൾ മാത്രം എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സ്നേഹമല്ലല്ലോ. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പാരൻസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, പ്രൊഫഷൻ ആയിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയാ, വേറൊരു സ്ത്രീ അല്ലെങ്കിൽ വേറൊരു മനുഷ്യൻ ഉൾപ്പെട്ട ഒരു കാര്യമായിരിക്കാം. കാരണം അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്.
നമ്മൾ ഏത് തരം നമ്മൾ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പരസ്പരം അത് പറഞ്ഞ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തമ്മിൽ ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ അത്രയും നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളോട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. അല്ലാതെ മൂന്നാമത്തെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ തീർന്നു. മൂന്നാമത്തെ വ്യക്തി ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് കുളം കലക്കി മീൻ പിടിക്കുക. അതാണ് ഈ മൂന്നാമത്തെ വ്യക്തി ചെയ്തേക്കുന്ന പരിപാടി. മനസ്സിലായോ? മൂന്നാമത്തെ വ്യക്തിക്ക് ഗുണമാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തു. അതാണ് ഈ കുളം കലക്കി മീൻ പിടിക്കുന്ന ഒരു പരിപാടി. മനസ്സിലായോ? എല്ലാം കലക്കി മറിക്കുകയും ചെയ്യും, പല പരിപാടികളും അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെന്റ് ഇതിൻ്റെ അകത്തൊരു റീസൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് വെറുതെ അത് വന്നത് മാത്രമല്ല, അത് നിങ്ങൾക്ക് നേരെ അതൊരു എന്താ പറയാ, നിങ്ങൾക്ക് നേരെ ഒരു ആയുധമായിട്ട് വന്നു. നിങ്ങളുടെ ബന്ധം തകർക്കാൻ ഉപയോഗിക്കുന്നതിന്റെ ഒരു ആയുധമായിട്ട് വന്നു. കാരണം നിങ്ങൾ ഈ വ്യക്തിയുടെ സ്വഭാവം, ചില ആളുകൾ ചില സമയത്ത് മാത്രം നേരത്തെ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ കാണിക്കുകയുള്ളൂ. ചില ആളുകൾ ഒബിയസ്ലി എപ്പോഴും ചിലപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് മനസ്സിൻ്റെ അകത്ത് സ്നേഹം വെക്കാൻ മാത്രമേ അറിയുള്ളൂ, പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയില്ല. പക്ഷേ ഈ വ്യക്തിനെ നിങ്ങൾ ഉൾക്കൊള്ളാൻ റെഡിയാണ്. ഈ വ്യക്തി എങ്ങനെ ആയാലും നിങ്ങൾ ഉൾക്കൊള്ളാൻ റെഡിയാണ്. ഈ വ്യക്തി ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും കേട്ടാലും പ്രവർത്തിച്ചാലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന ഒരു പരിപാടി മൂന്നാമത്തെ ഒരു ആളുടെ ഇൻവോൾവ്മെന്റ് ആണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പ്രവർത്തനം. അതാണ് നിങ്ങളെ ശരിക്കും ബുദ്ധിമുട്ടിലാക്കിയത്. കാരണം അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർ തരും. അതാണ് പ്രശ്നം. കാരണം ഇതിൻ്റെ അകത്ത് കൂടെ നിന്ന് നിങ്ങൾ സ്നേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയും. നിങ്ങൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരാണ്. നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് അടിമപ്പെട്ട് ജീവിച്ചവരാണ്. ഇവരില്ലാന്നുണ്ടെങ്കിലുള്ള ഒരു ജീവിതം നിങ്ങൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആളുകളാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിയാത്ത ജീവിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഇവർക്കും അറിയാം. അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. പക്ഷെ ഇവര് നമ്മൾ എന്താ പറയുക, കൂടെ നിന്ന് കാല് വാരുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് നൈസായിട്ട് ഉള്ള പരിപാടി, ചീറ്റിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഇവര് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളോട് യാഥാർത്ഥ്യപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒറിജിനലി പല പരിപാടികളും നടത്തിയിട്ടുണ്ട്. ഇവർക്ക് ചിലപ്പോൾ പല പാസ്റ്റും ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ നിങ്ങൾ പാസ്റ്റൊക്കെ അത് പോട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ ലൈഫ് ടൈം മുഴുവൻ ഉണ്ടാകും, അവരുടെ പാസ്റ്റൊക്കെ നിങ്ങൾ മറന്നുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നീട്ടി സ്വീകരിച്ചു. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് വീണ്ടും എന്താ പറയാ, അങ്ങനത്തെ പരിപാടികളൊക്കെ വീണ്ടും എടുക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി പാസ്റ്റിൽ നടന്നതൊക്കെ അപ്പൊ ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണോ, ഈ വ്യക്തിയുടെ സ്വഭാവങ്ങൾ കൊണ്ടിട്ടാണോ ഈ വ്യക്തിക്ക് പാസ്റ്റിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പല പരിപാടികളും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്നോട് എത്രമാത്രം ഈ വ്യക്തി നുണകൾ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പല കാര്യങ്ങളും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഈ വ്യക്തി ഒരുപാട് സത്യസന്ധപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് നുണ കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഒരു റീസണാണ്. പിന്നെയുള്ളൊരു റീസൺ എന്ന് പറയുന്നത് അതെ, ചില ആളുകൾക്ക് എനിക്കൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്, എനിക്കൊരുപാട് ചോയ്സ് ഉണ്ട്, ഞാൻ എന്തിനു ഇതിനെ എടുക്കണം, അല്ലെങ്കിൽ ഞാനത് ഈ പുതുമ തേടി പോകുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, എനിക്കൊരുപാട് ചോയ്സ്, എനിക്കൊരുപാട് ഓപ്ഷൻസ് കിട്ടും, എനിക്ക് ഇതല്ലെങ്കിൽ വേറെ, അങ്ങനെയൊക്കെ പുതുമ തേടി പോകുന്നതും ഒരു റീസണാണ്. ഇവിടെ അതും കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള കാര്യം ബ്ലാക്ക് മാജിക് ആണ്. നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാതിരിക്കാൻ. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ഒരു 85% ആളുകൾക്കാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരു 80% ആളുകൾക്ക് ഈ ഒരു കാര്യമുണ്ട്. നിങ്ങൾ തമ്മിൽ അടുക്കാതിരിക്കാൻ, നിങ്ങൾ തമ്മിൽ എന്താ പറയുക, വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ കൂടാതിരിക്കാൻ, നിങ്ങൾ തമ്മിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ ഒരുപാട്, അതായത് നിങ്ങൾ ഇവരെ ട്രീറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാ പരിപാടികളും ഈ ആരാണോ ആ പരിപാടിക്കൊക്കെ നിൽക്കുന്നത് അവർക്കറിയാം. അല്ലെങ്കിൽ ആരാണോ ആ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്കറിയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തിക്കും അറിയാം.
മനസ്സിലായോ? പക്ഷെ നിങ്ങളെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങളെ അകറ്റാൻ പറ്റത്തില്ല. അതൊരു റീസൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുന്നത് അന്യദേശത്ത് വെച്ചായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രാജ്യം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ഭാഷ ഉള്ള ആളെ സ്നേഹിക്കുന്ന ആളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദേശം, നമ്മളുടെ മലയാളി അല്ലാത്തൊരു വ്യക്തിനെ സ്നേഹിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങൾ തമ്മിൽ ട്രാവൽ ചെയ്ത് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവാം, പല സ്ഥലങ്ങളിലും പോയ മെമ്മറീസ് ഉണ്ടാവാം. ഓക്കെ, കാരണം ഇതൊക്കെ ഇതിൻ്റെ അകത്തൊരു റീസൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ നമ്മളുടെ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ കൂടെ ഉള്ള സമയങ്ങളിലും വേറെ പല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക, വേറെ പല കാര്യങ്ങളിനെ പറ്റിയും കൊണ്ടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ ഇരിക്കുമ്പോഴും നമ്മളുടെ കൂടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടെങ്കിലും മനസ്സ് വേറെ സ്ഥലങ്ങളിലൊക്കെ ഓടി എന്താ പറയാ ചുറ്റിത്തിരിഞ്ഞു വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ ഓരോ പരിപാടിയിലോട്ട് പോവുക, എന്നിട്ട് പോയി കുഴിച്ചാടുക, എന്നിട്ട് പിന്നെ അയ്യോ പൊത്തോന്നും പറഞ്ഞ അവിടെ കിടക്കുക, അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ആ കാര്യങ്ങളും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അല്ലെങ്കിൽ അകൽച്ചയ്ക്ക്, മാനസിക അകൽച്ചയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പിന് ഇതൊക്കെ ഒരു റീസണാണ്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ അവിടെ പോകണം, അവിടെ നിൽക്കുമ്പോൾ ഇങ്ങോട്ട്. ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.